ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത 66 വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴിക്കോട് ബൈപ്പാസിലെ പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ എല്ലാവരും തന്നെ മുഴുവനായും കാണുക, കൂടെ ലൈക്കും നൽകുക. ഹൈലൈറ്റ് മാളിനും മെട്രോ ഹോസ്പിറ്റലിനും ഇടയ്ക്കുള്ള പാറ പൊട്ടിക്കുന്ന വർക്ക് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം മാളിക്കടവ് വരെയുള്ള ഭാഗങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹൈലൈറ്റ് മാൾ ഫ്ലൈ ഓവറിൻ്റെ തെക്ക് ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തുന്നുണ്ട്. മേത്തോട്ടത്തായം ജംഗ്ഷൻ പിന്നിട്ടതിന് ശേഷം തൊണ്ടയാട് എത്തും മുന്നേയുള്ള ഭാഗങ്ങളാണിത്. ഇവിടെ സർവീസ് റോഡ് പണിയാൻ വേണ്ടി കുന്നെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ കുന്നടിച്ച് തന്നെയാണ് 6 വരിയിൽ റോഡ് നിർമ്മാണം നടന്നത്. അതുപോലെ ഈ സൈഡിലെ സർവീസ് റോഡിന് വേണ്ടിയും സ്ഥലമാക്കിയിട്ടുണ്ട്. ഇവിടെ കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. ടാറിംഗ് അടക്കമുള്ള സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കേണ്ടതുണ്ട്. തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ മേലെയാണ് ഇപ്പോൾ ഉള്ളത്. പുതിയ പാലം ടാറിംഗ് അടക്കമുള്ള വർക്കുകൾ തീർത്ത് വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ താഴെയും മേലെയുമൊക്കെ പെയിൻ്റ് അടിക്കുന്ന വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. NH66 6 വരി വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലെ പാലത്തിന് സമാന്തരമായിട്ടാണ് ഇവിടെ പുതിയ പാലം പണിതത്. നിരവധി പാലങ്ങളുടെ പണി ബൈപ്പാസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തുറന്നു കൊടുത്തിരിക്കുന്ന പാലമാണ് തൊണ്ടയാട് പാലം. ഇപ്പോൾ രാമനാട്ടുകര പാലവും തുറന്നു കൊടുത്തിട്ടുണ്ട്. തൊണ്ടയാടിനും മലാപ്പറമ്പിനും ഇടയിലുള്ള ഭാഗങ്ങളാണ് ഇനി. ഇവിടെ 6 വരിയിൽ നിർമ്മാണം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ചിലയിടങ്ങളിൽ സർവീസ് റോഡിൻ്റെ പണികൾ തീരാനുണ്ട്. അത് അതിവേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. മലാപ്പറമ്പ് ജംഗ്ഷനിൽ ഓവർപാസിന്റെ വർക്കൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. ജംഗ്ഷൻ ഒഴിവാക്കി നേരത്തെ കുറച്ച് ഭാഗത്ത് 2 സൈഡിലും മണ്ണെടുത്ത് നീക്കിയിരുന്നു. ഇപ്പോൾ എന്തായാലും ആ വർക്കും നടക്കുന്നില്ല. മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ ഒരു ചെറിയ അണ്ടർപാസ് നിലവിലുണ്ട്. അത് റോഡ് വീതി കൂടുന്നതിനനുസരിച്ച് വിപുലീകരിക്കുന്ന വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇവിടുന്ന് അങ്ങോട്ട് വേങ്ങേരി ജംഗ്ഷൻ വരെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട്. അതിനായി കൊണ്ടുവന്ന വലിയ പൈപ്പുകളാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഈ കാണുന്നതൊക്കെ വേങ്ങേരി ഓവർപാസിലേക്ക് ആവശ്യമായ ചെറിയ ചെറിയ ഗർഡറുകളാണ്. വേങ്ങേരി ഓവർപാസിലേക്ക് വന്നാൽ ഇവിടെ കാര്യങ്ങൾ ഇത്തിരി പ്രശ്നമാണ്. ജംഗ്ഷൻ അടിച്ചിട്ട് 1.5 വർഷത്തിലേക്ക് കടക്കുകയാണ്. നിർമ്മാണത്തിലെ മെല്ലെപ്പോക്കിന് നാട്ടുകാരും അതുപോലെ ഇതിലൂടെ പോകുന്ന ബസ് ഉടമകളുമൊക്കെ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓവർപാസിൻ്റെ ഒരു സൈഡിലെ വർക്കാണ് ഇവിടെ തീരാനുള്ളത്. പൈപ്പ് ലൈൻ വർക്ക് നടക്കേണ്ടതിനാൽ ഇവിടെ ഇനിയും ഒരുപാട് സമയം വേണ്ടിവരും വർക്ക് തീരാൻ എന്നാണ് ലഭിച്ച വിവരം. നാട്ടുകാരുടെ പ്രതിഷേധം കാരണം ഓവർപാസിൻ്റെ ചെറിയൊരു ഭാഗം പണി പൂർത്തിയാക്കി ജൂലൈ അവസാനത്തോടെ ചെറിയ രീതിയിലെങ്കിലും ജംഗ്ഷൻ ഓപ്പൺ ആക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ നടക്കുമോ എന്നറിയില്ല. ഇവിടെ നിന്ന് ലഭിച്ച വിവരമാണ് ഞാൻ പറയുന്നത്. തെറ്റുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായി തിരുത്തി തരിക. അവസാനം മാളിക്കടവ് വരുന്ന പുതിയ അണ്ടർപാസിൻ്റെ കാഴ്ചയോടെ ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ദേശീയപാത കാഴ്ചകളുമായി വീണ്ടും വരാം. എല്ലാവർക്കും സ്നേഹത്തോടെ പെരുന്നാൾ ആശംസകൾ.